നിങ്ങൾ ആരാണ് സാർ? അതെ, ഇവനാ എന്റെ മാള മൂടിക്കളഞ്ഞത്. എന്റെ അവന്റെ കാരണവന്മാർ തമ്മിലായിരുന്നു ശത്രുത. ഇപ്പോഴും ആ ശത്രുത ഇവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ലല്ല, നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. എന്ത്? ഇതാണ് എന്റെ മണ്ണമ്മ? ഇല്ലല്ല, എന്റെ മണ്ണെണ്ണ? ഇല്ലല്ല, വല്ലാത്ത കൺഫ്യൂഷൻ ആണല്ലോ. ഉത്തരം വേണമെങ്കിൽ എന്റെ കൂടെ വരൂ. നാട്ടിൽ മുഴുവൻ കൊറോണയെ കുറിച്ചാണ് ചർച്ച. ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി. ഇനി 6 അടിക്കും തീർച്ച. മാറുന്നല്ല, അടി 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 കഴിയുന്നാണ്. എടാ, ഞാൻ പറഞ്ഞത് ഇവിടുന്ന് മാറി നിൽക്കാനാ. ഞാനൊന്ന് ബാറ്റ് ചെയ്തോട്ടെ. ശരി, കണ്ണ സാർ ബാറ്റ് ചെയ്തോട്ടെ. കണ്ണ സാറിന് എന്റെ ബോളിങ്ങിനെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ബോളിൽ 3 വിക്കറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഒരു ബോളിൽ 3 വിക്കറ്റോ? അതെങ്ങനെ? അത് പിന്നെ എന്റെ കയ്യിൽ ഒരു വലിയ ക്രിക്കറ്ററുടെ സൈനുള്ള ബോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബോളർ പറഞ്ഞു ബോൾ തന്നിട്ട് 3 വിക്കറ്റ് എടുത്തോളാൻ. അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തു. ഒരു ബോളിൽ 3 വിക്കറ്റ്. വരൂ, ബാക്കിയുള്ളവരെല്ലാം ഫീൽഡ് ചെയ്തോളൂ. ഞാൻ പോയി ബോൾ ചെയ്യാം. നീ ഇപ്പൊ ചെയ്യുന്നത് വലിയ പാടുള്ള ജോലിയാണോ? നീ പറ, വേണമെങ്കിൽ ഞാൻ ഈ ബോൾ ഇടാം. ഇവൻ ഈ ഇടാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെന്താ ഉപ്പ മറ്റുമാണോ? നീ പറ, ഞാൻ വേണമെങ്കിൽ ബോൾ വലിച്ചെറിയാം. ഇതെന്താ വല്ല വേസ്റ്റും ആണോ വലിച്ചെറിയാനായിട്ട്? നീ പറ. ഏയ്, ഇനി ഒന്നും പറയണ്ട. ആരും ഒന്നും മിണ്ടണ്ട. ബോൾ എറിയാൻ നോക്കണേ. അത്യുഗ്രൻ 6. മുന്നൂറ്റി 16, 317. മതിയളിയാ, മതിയായി. കന്നാ സാറേ, അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ? കഠിനാധ്വാനികൾ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. നിങ്ങൾ പോയി ബോൾ നോക്ക്. ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും. അടികൈ. ആരുടെയോ പൈജാമ അകത്ത് വീണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ വള്ളിക്ക് ഇത്രയും നീളം ഉണ്ടായിരുന്നു. എടാ, അതിനെ കയ്യിൽ നിന്ന് കള. അത് വള്ളിയല്ല, പാമ്പാടാ, പാമ്പ്. അയ്യോ, പേടിക്കണ്ടെന്നേ. നിങ്ങളിങ്ങനെ പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചോടണ്ട. ഞാൻ വീട്ടിൽ നിന്ന് തല്ലുണ്ടാക്കിട്ട് വരുന്ന വഴിയാ. ഉള്ള ദേഷ്യമൊക്കെ അങ്ങ് പോയി ഏട്ടാ. ഇനി നിങ്ങൾ പേടിക്കണ്ട. എന്റെ അമ്മോ, എടോ, തന്റെ ശരീരത്തിൽ ഒരു ആംസ് പോലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ ശബ്ദമൊക്കെ എവിടുന്ന കേൾക്കുന്നത്? എടാ പീക്രി പയ്യ, എനിക്ക് കയ്യെങ്ങാനും ഉണ്ടായിരുന്നെ നിനക്കിട്ട് ഞാൻ നല്ല തന്നേനെ. അല്ല പിന്നെ അല്ല, നിങ്ങൾ പുറത്തെന്തെടുക്ക? നിങ്ങൾ മാളത്തിലല്ലേ ഇരിക്കാറ്? ഉള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറയാം. ഇതിനു മുമ്പൊക്കെ നമ്മൾ മാളത്തിൽ തന്നെ ആയിരുന്നു. അതിനിടയ്ക്ക് ഒരു കാലമാടം വന്ന് എന്റെ മാള മൂടിക്കളഞ്ഞ്. കാലമാടം എന്ന പേരിൽ ഒരു ജീവി ഉണ്ടെന്ന് സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു വളിച്ച കോമഡിയും കൊണ്ട് വന്നിരിക്കവൻ. മരമണ്ടൻ. നല്ലൊരു അടിപൊളി സ്ഥലത്തായിരുന്നു എന്റെ മാളം. മാളത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞ നേരെ ബാറ. നിങ്ങളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മെനിക്യൂറും അല്ല പെഡിക്യൂറും അല്ല. അപ്പൊ പിന്നെ സെലൂണും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം?
അയ്യോ പണ്ട് എനിക്കൊരു കൈയില്ലാത്ത കുറവായി തോന്നിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ചേട്ടന്റെ മാളത്തിൽ ഞങ്ങൾ മണ്ണ് മാറ്റി തരാം. അയ്യോ സോ കൈൻഡ് ഓഫ് യു, യുവർ ബോയ്സ് ആർ വെരി ഗുഡ്. ഇപ്പൊ നമ്മൾ ഏതായാലും Yes. കൂട്ടുകാരായില്ലേ? Give me 5. ആശ്. അവനെ ചേട്ടൻ നോക്കണ്ട, ചേട്ടന്റെ മാളത്തിലേക്കുള്ള വഴി പറഞ്ഞതാ. ഓസ്. ഓസ്. നിങ്ങൾ ആ വഴി എവിടേക്കാ പോകുന്നേ? ദാണ്ട ഇവിടെയാണ് എന്റെ മാളം. ആശ്. അയ്യോ ഡിഷ് ഡിഷ് പയ്യന്മാരെ ഇവിടെയാ, ദാണ്ട ഇങ്ങോട്ട് നോക്ക്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ അവിടെ നിന്ന് നിൽക്ക്. സംശയമുണ്ടോ? ഈശ്. ഇത് വളരെയധികം ചെറുതാണ്. ഇത് നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ബണ്ണി? എങ്കിൽ പിന്നെ നിങ്ങൾ അത് വലുതാക്കിക്കോളാൻ. എന്നാ ശരി, നമുക്ക് പാമ്പ് ചേട്ടന് ഇതിലും നല്ലൊരു മാളം ഉണ്ടാക്കി കൊടുക്കാം. ഇതിലും നല്ലൊരു മാളം ഉണ്ടാക്കി കൊടുക്കാം. ഓശ്. ഇതെന്താ ഉപ്പ മറ്റുമാണോ? പാമ്പുകളുടെ മാളത്തിന് വാതിലുണ്ടാവില്ല. സംശയമുണ്ടോ? ഹേയ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ദേ നോക്ക്, നിങ്ങളുടെ മാളം ഇപ്പോൾ ക്ലിയർ ആണ് അടികൈ. മാളമൊക്കെ ക്ലിയർ ആയി. ഇനി വല്ലവനും വന്ന് വലിച്ചെടുത്ത് പുറത്തിടാണ്ടിരുന്നാ മതി. ഓശോ. ആശ്. കുറച്ചിതേ ഇങ്ങോട്ട് കൂടി ഒന്ന് തിരിയേ. ഞാനൊരു തമാശ പറഞ്ഞതാ. തമാശ തമാശ. നിങ്ങൾ അവനെ മറന്നേക്ക്. അല്ലല്ല, ഞാൻ അവനെ മറന്നേക്ക്. അല്ലല്ല, നിങ്ങൾ അവനെ മറന്നേക്ക്. അല്ല, ഞാൻ അവനെ മറന്നേക്ക്. അല്ല, നമ്മൾ അവനെ മറന്നേക്ക്. ആരെങ്കിലും അവനെ മറന്നേക്ക്. എല്ലാം മൊത്തത്തില് കൺഫ്യൂഷൻ ആയിരിക്കുകയാണല്ലോ. നിങ്ങൾ ആരാണ് സാർ? അതെ, ദാ ഇവനായി എന്റെ മാളം മൂടിക്കളഞ്ഞത്. എന്റെ അവന്റെ കാരണവന്മാർ തമ്മിലായിരുന്നു ശത്രുത. ഇപ്പോഴും ആ ശത്രുത ഇവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുക. നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ലല്ല, നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. എന്ത്? ഇതാണ് എന്റെ മണ്ണമ്മ. ഇല്ലല്ല, എന്റെ മണ്ണെണ്ണ. ഇല്ലല്ല, വല്ലാത്ത കൺഫ്യൂഷൻ ആണല്ലോ. ഉത്തരം വേണമെങ്കിൽ എന്റെ കൂടെ വരൂ. ഓശ്. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. അവൻ വീണ്ടും നിങ്ങളെ മണ്ടന്മാരാക്കി. നിങ്ങളെ ഇവിടുന്ന് വീണ്ടും ദൂരേക്ക് മാറ്റിയിട്ട് അവൻ എന്റെ മാളം വീണ്ടും നശിപ്പിച്ചു. അശ്ശോ, ഇശ്ശോ, ഇശ്ശ. എന്ത്? എന്നാ പിടിച്ചോ എന്റെ ദേശത്തിന്റെ മണ്ണ. ഇശ്ശോ, അഹാ, ഇശ്ശാ. കോൺക്രീറ്റ് ഇതാണ് നല്ലത്. ഇശ്ശോ. അയ്യോ പിശ്, പിശ്. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ആ പിശ്, പിശ്. ഓശ്. പിശ്, പിശ്. ഇഹ്, ഇഹ്. ഓയ്. ഒരു മിനിറ്റ് അവിടെ തന്നെ നിൽക്ക്. അയ്യോ, അയ്യോ, നിന്നെ കൊണ്ട് വലിയ ശല്യമാ. എന്തായാലും ഞാൻ തന്നെ ഒരു കടുക്കൈ ചെയ്യേണ്ടി വരും. ഓശ്. ഹാഷ്, ഹാഷ്. ഐനോ എനിക്കറിയാം, കൈയില്ല. വായിക്കിടക്കണ നാക്കുകൊണ്ട് എന്തുവേണേലും പറയാലോ. ഈ മണ്ണ് എന്റേതാണ്. അല്ലല്ല, ഈ മണ്ണ് എന്റെ കുഞ്ഞമ്മയുടെയാണ്. അല്ലല്ല, ഈ മണ്ണ് എന്റെ അമ്മയാണ്. ഈശ്. നോക്ക്,
വഴക്കുണ്ടാക്കുന്നുണ്ട്, ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. അതെ, നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല സോഷ്യൽ മീഡിയ സ്റ്റാർ ആവാം. ഇങ്ങനെ ഒരു അപൂർവമായ കൂട്ടുകെട്ട് നിങ്ങളെ വെച്ച് വേണമെങ്കിൽ ഒരു സിനിമ പിടിക്കാം. വേറൊന്നും കൂടി സംഭവിക്കാലോ. ഇവരുടെ ആൾക്കാർ ഇവരെ ചിലപ്പോ അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാവാം. ദാ നോക്ക്, തല്ല് കൂടിയ രണ്ടുപേർക്കും പരിക്കു പറ്റും. ഒരാൾക്ക് കുറവാവാം, ഒരാൾക്ക് കൂടുതലാവാം. അയ്യോ അതെനിക്ക് അറിയാം. മിക്കവാറും എനിക്കായിരിക്കും കൂടുതൽ പണി കിട്ടുന്നത്. കാരണം എന്റെ വിഷ ടാങ്ക് ഇപ്പൊ കാലിയായിട്ടിരിക്കുക. മാത്രവുമല്ല ഈ കീരി ഭയങ്കര ശക്തിമാനുമാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദാ കണ്ടില്ലേ, രണ്ടുപേരുടെയും സംസാരം ശത്രുത മറികടന്ന് വന്നിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാ, എല്ലാരും എന്നെ കിടന്ന് ഈ പാമ്പെന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ പേടിയാ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് ആരോടും ഒരു ശത്രുതയും ഇല്ല. അപ്പൊ ശരി പാമ്പ് ചേട്ടാ, ഈ സന്തോഷത്തിൽ എനിക്ക് ക്ഷയിക്കേണ്ടതാ. സോറി ചേട്ടാ, ഞാൻ മറന്നുപോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അനിയത്തി രാഖി എവിടെ കെട്ടുന്നത്? വാലിലാണോ? അല്ലെങ്കിൽ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു കിരിച്ചേട്ടാ. ചേട്ടൻ മണ്ണിട്ട് മൂടിയാലും അഥവാ സിമന്റ് ഇട്ടാലും ഇനി സ്ലാബ് ഇട്ടാലും ആ മാളം മൂടാൻ പറ്റില്ല. അതിനെന്താ കാരണം? കാരണം ഇവിടെ 100-200 മാളങ്ങളുണ്ട്. അതിൽ പാമ്പ് ചേട്ടന്റെ മാളം എവിടെയാണെന്ന് അങ്ങേർക്കല്ലേ അറിയൂ. ഇപ്പൊ എല്ലാം നന്നായി അവസാനിച്ചില്ലേ? ഇനി ഞങ്ങൾ പോവുകയാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോൾ ഒന്ന് നോക്കണം. അയ്യോ അത് അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ബോള് എന്റെ കയ്യിലാ. ദാ ഈ പോക്കറ്റിലുണ്ട്, നിങ്ങൾ എടുത്തോളൂ. പിന്നൊരു കാര്യം, ഞാനിത് മനഃപൂർവ്വം ഒളിച്ചു വെച്ചതാ. എങ്കിലേ നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. ഐ ആം വെരി വെരി സോറി. അതൊക്കെ അവിടെ നിക്കട്ടെ, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. അതെന്താ? ഇങ്ങർക്ക് കൈയില്ല, പക്ഷെ ഇങ്ങനെ പന്തെടുത്ത് എങ്ങനെയാ പോക്കറ്റിലിട്ടത്? ഉയ്യോ.